അപസ്മാരമുള്ള സ്ത്രീകൾക്ക് കല്യാണം കഴിക്കാനും സാധാരണ മാതൃത്വവും സാധ്യമാണോ? ഞാൻ ഡോക്ടർ പ്രദീപ് കൊറ്റം, ആലുവ രാജഗിരി ആശുപത്രിയിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റാണ്. വളരെയധികം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണിത്. സാധാരണ ജീവിതം സാധ്യമായ സ്ത്രീകൾ കല്യാണം കഴിക്കാതിരിക്കാൻ തീരുമാനിക്കുക, പേരൻസ് അവരെ കല്യാണം കഴിപ്പിക്കാതിരിക്കുക, വരന്മാർ അവരെ അംഗീകരിക്കാതിരിക്കുക. പലപ്പോഴും സ്ത്രീകൾക്ക് അവരെക്കാളും സമൂഹത്തിൽ താഴ്ന്ന നിലവാരമുള്ള ആളുകളെയോ മറ്റ് രോഗങ്ങളുള്ളവരെയോ കല്യാണം കഴിക്കേണ്ടി വരിക, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ തെറ്റിദ്ധാരണ മൂലം ഉണ്ടാവാറുണ്ട്. സ്നേഹവും പിന്തുണയുമുള്ള ഒരു പങ്കാളി ഉണ്ടെങ്കിൽ എപ്പിലെപ്സിയുള്ള സ്ത്രീകൾക്ക് സന്തോഷകരമായ വിവാഹ ജീവിതവും വിജയകരമായ മാതൃത്വവും സാധ്യമാണ്. എപ്പിലെപ്സി ഒരു പകരുന്ന രോഗമല്ല, ഒരു മാനസിക രോഗവുമല്ല. ഇത് തലച്ചോറിലെ വൈദ്യുത വ്യതിയാനം, ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ അവസ്ഥ മാത്രമാണ്. ശരിയായ ചികിത്സയിലൂടെ 90% ആളുകളിലും അപസ്മാരത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിക്കും. എപ്പിലെപ്സി നിങ്ങളുടെ സ്നേഹിക്കാനുള്ള കഴിവിനെയോ ഒരു നല്ല പങ്കാളിയാവാനുള്ള കഴിവിനെയോ ബാധിക്കുന്നില്ല. മോസ്റ്റ് എപ്പിലെപ്റ്റിക് പേഷ്യൻസിന് നോർമൽ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമതായി, പങ്കാളിയോട് മുൻകൂട്ടി തുറന്നു പറഞ്ഞിരിക്കണം. കല്യാണത്തിന് മുമ്പ് തന്നെ ഈ രോഗത്തിൻ്റെ ചികിത്സകളെപ്പറ്റി അദ്ദേഹം മനസ്സിലാക്കണം. ഒരു സീഷർ ഉണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പങ്കാളിയും കുടുംബവും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എപ്പിലെപ്സി ഉള്ളവർക്ക് കുട്ടികൾ ഉണ്ടാകുമോ എന്ന സംശയമുണ്ട്. തീർച്ചയായും ഉണ്ടാവും. സാധാരണ ഗർഭധാരണവും മാതൃത്വവും എപ്പിലെപ്സി പേഷ്യൻറ്റിന് സാധ്യമാണ്. പക്ഷേ ഒരു പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ്, ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ ഒരു കൗൺസിലിംഗ് എടുക്കേണ്ടത് ആവശ്യമാണ്. ചില മരുന്നുകളുടെ ഡോസ് കുറയ്ക്കുക, ചില മരുന്നുകൾ തന്നെ മറ്റു മരുന്നിലേക്ക് മാറ്റുക, ഫോളിക് ആസിഡ് മുൻകരുതലായി കഴിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഡെലിവറി സമയത്ത് അല്പം ഫെസിലിറ്റി ഉള്ള ഒരു ബ്രേക്ക് ത്രൂ സീഷർ ഉണ്ടായാൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആശുപത്രി ഡെലിവറിക്കായി തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇന്ത്യയിലെ 1999 നിയമമനുസരിച്ച് അപസ്മാരം ഡിവോഴ്സിനുള്ള ഒരു കാരണമല്ല. അൺകൺട്രോൾഡ് എപ്പിലെപ്സിയുള്ള മറ്റ് സീരിയസ് ഡെവലപ്മെൻ്റൽ പ്രശ്നങ്ങളുള്ള ചില അപസ്മാര രോഗികൾക്ക് മാത്രമാണ് ഇതിൽ നിന്നും വ്യത്യാസമായി ചിന്തിക്കേണ്ടത്. എപ്പിലെപ്സി ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് ചികിത്സയിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ മാത്രമാണ്. അപസ്മാരം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ല. നന്ദി.